ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് ആഫ്രിക്കൻ കൺട്രിയെ താൻസാനിയയിലെ ഒരു സ്പെഷ്യൽ ഫുഡാണ് മണ്ടാസി എന്ന് പറയണ. എന്റെ കുക്കിനെ അത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാന്നാ പറഞ്ഞേ. നമുക്ക് ഇവിടുത്തെ ആ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. എന്റെ കുക്കിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം. എന്റെ കുക്കിന്റെ പേര് മറിയാന്നാണ്. അപ്പൊ ആള് പണ്ട് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാകുക എന്നാ പറഞ്ഞേ. ആള് പണ്ട് ബിസിനസ് ഒക്കെ ചെയ്ത് മണ്ടാസയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മണ്ടാസ ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് വേണ്ടത് പ്യുവർ വീറ്റ് ഫ്ലോർ ആണ്. പ്യുവർ വീറ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മറിയ വാട്ട് ഈസ് കോൾഡ് ഇൻ സ്വീഡൻ? So you go, I got it. I mean, you can like in different in Swahili, what you say? Swahili. ഊങ്കാവാങ്കാനോ എന്ന് പറയുന്ന സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിലെ മൈദയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇലയ്ക്കയാണ്, അതായത് നമ്മുടെ ഏലക്ക. പിന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് വേണ്ടേ. പിന്നെ നമുക്ക് ഗീ വേണം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഇവിടെ ഒരാള് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കും വീഡിയോയിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാ പാലായാലും മതി. തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചാണ് ട്രൈ ചെയ്യാൻ പോണത്. കുറച്ച് മൈദ എടുക്കാം, എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിടാം, പിന്നെ പഞ്ചസാര ഇടാം. പഞ്ചസാര നമുക്ക് എന്തോരം മധുരം വേണോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാൻ. പിന്നെ ഓയിലാണ് വേണ്ടത്. ഇവിടുത്തെ മിക്ക ഫുഡിലും നല്ലോണം ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കൈ കൊണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ, വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നു. ഈവൻ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ പാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളവും യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് അതായത് ഫൈനൽ ഔട്ട്പുട്ട് അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മളൊരു 15 മിനിറ്റ്സ് ഓയിലൊക്കെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആലിക്കുട്ടിക്ക് മണ്ടാസി കഴിച്ചണോ? ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നല്ലോണം പൊന്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിത് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഇത് ചപ്പാത്തി പരത്തണ പോലെ പരത്തി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആളെ സെൻറ്ററിൽ നിന്ന് ആ പാർട്ട് കട്ട് ചെയ്ത് കളയണേ. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാകുക. അപ്പോൾ അത് കാരണം ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ നമ്മുടെ ഓരോരോ മണ്ടാസി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു 15 മിനിറ്റ്സ് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കും. ബാക്കി വന്നൊരു പാർട്ട് വെച്ച് ആളുടെ കലാപരമായ കഴിവുകളൊക്കെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലിക്ക് വേണ്ടി സ്പെഷ്യൽ മണ്ടാസി. നമ്മുടെ ഓയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓയിലാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കണേ. അപ്പോൾ ആലിൻ്റെ സ്പെഷ്യൽ മണ്ടാസിയാണ് ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ആലിൻ്റെ മണ്ടാസി ഏകദേശം റെഡിയായി കഴിഞ്ഞു. സ്പെഷ്യൽ മണ്ടാസി നമുക്ക് ആലിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. നമുക്ക് ആ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മണ്ടാസി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടാണ് ടേസ്റ്റ് ചെയ്യാൻ.
വെരി ഹോട്ട്. ഇത് കേട്ടോ പുകയൊക്കെ പറക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ഹോട്ടാണ്. നല്ല ചൂടുള്ള മണ്ടാസിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണിൻ്റെ ഒരു രീതിയിലുള്ളൊരു ഫുഡാണ്. ഇവിടുത്തെ ആഫ്രിക്കൻസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മണ്ടാസിയാണ്. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും മണ്ടാസി അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്രിക്കൻ റിലേറ്റഡ് കണ്ടൻറ്റായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.